ഈ വീട് ആരുടേതാ? ആർക്കറിയാം? നമുക്ക് പിന്നാലെ പോയാലോ? അത് മോശമല്ലേ രാജു? എന്ത് മോശം? എന്റെ അച്ഛനല്ലേ? വേണ്ട രാജു, നമുക്ക് തിരികെ പോവാം. എന്റെ സംശയം ശരിയാണെങ്കിൽ ഞാൻ കുറെ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരാള് ഈ വീടിനടുത്തുണ്ട്. അതാരാ? അച്ഛൻ ഉൾപ്പെടെ നമ്മൾ 3 പേരും കൂടി അന്വേഷിക്കുന്ന ഒരാള്. ആരാണെന്ന് പറ. ജഗന്നാഥൻ. നിക്കാനാ പറഞ്ഞേ. നിക്കാനല്ലേ പറഞ്ഞ? ഇനി ഒന്നും എനിക്ക് കേക്കണ്ട രാജു. ഞാൻ പ്രതാപവർമ്മയുടെ മകളിൽ നിന്ന് കേട്ടില്ലേ? ആ മനുഷ്യന്റെ മകളാ ഞാനെന്ന്. ഇനി ഞാൻ എന്തിനു ജീവിക്കണം രാജു? എന്റെ പെങ്ങളായ പത്മയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് എന്റെ ആത്മസുഹൃത്തായ പ്രതാപൻ വിശ്വസിച്ചു. ആ ദുഷ്ടസ്ത്രീ അംബിക, അവൾ മെനഞ്ഞുണ്ടാക്കിയ ഈ കള്ളക്കഥ ഒടുവിൽ പ്രതാപൻ വിശ്വസിക്കേണ്ടി വന്നു. ഞാൻ പ്രതാപന്റെ കാല് പിടിച്ചപേക്ഷിച്ചു. ഒരു നോട്ടം കൊണ്ടുപോലും ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഞാനും പത്മയുമെന്ന് പറഞ്ഞു. അവൻ വിശ്വസിച്ചില്ല വേണു. അവൻ അംബികയെ മാത്രമായിരുന്നു സ്നേഹവും വിശ്വാസവും. പത്മയെ പ്രതാപൻ ഉപേക്ഷിച്ചു. ആ കുഞ്ഞിനെ പോലും കൊടുക്കാതെ അവൻ അവളെ ആട്ടി ഓടിച്ചു. ഇതിനെല്ലാം കാരണക്കാരി ആ അംബികയാ. പത്മയുടെയും എന്റെയും ഒരു പരിധിവരെ പ്രതാപന്റെയും ജീവിതം തകർന്നു. ഇതെല്ലാം പ്രതാപനോട് ഒരിക്കൽ കൂടി പറയാൻ തുടങ്ങിയ എന്നെ അംബിക തടവിലാക്കി. 22 കൊല്ലം അച്ഛനെ പോലെ സ്നേഹിച്ച ആള് ഇപ്പൊ എന്റെ അച്ഛനല്ലാതായി. ഇതിലപ്പുറം എന്റെ ജീവിതത്തില് ഇനി എന്ത് വരാനാ രാജു? രാജു, വാ, നമുക്ക് അവസരം കാത്തിരിക്കുക വേണു. ഞാൻ അശ്വത്ഥമാവിനെ പോലെ അവളെ ഞാൻ തീർക്കും. പലരുടെയും പക ഞാൻ ഒറ്റയ്ക്ക് തീർക്കും. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്റെ അച്ഛനെ, പ്രതാപവർമ്മ. എന്റെ അച്ഛനെന്ന് കരുതി ഞാൻ സ്നേഹിച്ച ആള് ഇന്നെന്റെ അച്ഛനല്ല. അങ്ങനെയാ അയാൾ പറഞ്ഞത്. അത് സത്യമായിരിക്കും രാജു. ഇത് ഞാൻ എങ്ങനെ ഉൾക്കൊള്ളാനാ രാജു? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അതയാള് നോണ പറഞ്ഞതായിരിക്കും അല്ലേ രാജു? അയാളത് വെറുതെ പറഞ്ഞതായിരിക്കും. ഋതു വിഷമിക്കാതിരിക്കെ. ഇല്ല, വെറുതെ പറഞ്ഞതൊന്നും ആയിരിക്കില്ല. വെറുതെ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതിന്റെയോ കുഴപ്പമായിരിക്കും. ഋതു അത് വിട്ടുകളയേ. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല രാജു. ഇതിന്റെ സത്യം അറിയണ്ടേ? അയാൾ എന്തോ പറഞ്ഞു, നമ്മളത് കേട്ടു. ഇനി സത്യം അറിയാനൊന്നും ശ്രമിക്കണ്ട. വർമ്മ സാറ് ഋതുവിന്റെ അച്ഛൻ തന്നെയാ. അതിലേ യാതൊരു സംശയവും വേണ്ട. നമ്മളൊന്നും കേട്ടിട്ടുമില്ല, കേട്ടതൊന്നും വിശ്വസിക്കുകയും വേണ്ട. ഋതു വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോ. വീട്ടിലേക്ക് പോവാനോ? ഇതിന്റെ സത്യം അറിയാതെ വീട്ടിലേക്ക് പോയാ എനിക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. പിന്നെ സത്യം അറിയണമെന്ന് വെച്ചാ എന്ത് ചെയ്യും? ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കും. ആരോട്? എന്റെ അച്ഛനോട് തന്നെ.
ശ്ശോ, ഋതുക എന്തൊക്കെയാ ഈ പറയുന്നത്? വർമ്മ സാറിനോട് പോയി ഇതൊക്കെ ചോദിക്കാനോ? എന്താ കുഴപ്പം? എനിക്കറിയണം. ഞാൻ അച്ഛനോട് തന്നെ ഇത് ചോദിക്കും. ഈ ഋതു, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല രാജു. അതിന് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛനോട് തന്നെ എനിക്കിത് നേരിട്ട് ചോദിക്കണം. ഋതു എന്തൊക്കെയാ ഈ പറയുന്നത്? സാറിനോടെ ഇക്കാര്യം ചോദിക്കാൻ പറ്റില്ല. എനിക്കിത് അറിഞ്ഞേ പറ്റൂ രാജു. എന്തായാലും ഇക്കാര്യം ചോദിക്കാൻ ഞാൻ സാറിന്റെ അടുത്ത് വരില്ല. രാജു വന്നില്ലെങ്കിലും ഞാൻ പോവും. എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഇത്രയും കാലം അറിഞ്ഞിരുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം ഇന്നറിയണം. ശ്ശോ, എന്റെ ഋതു. രാജുവിന് വിഷമാണെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഏയ്, വേണ്ട ഋതു, നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. പറ്റില്ല.